മാർക്കറ്റ് ചിലപ്പം ഇങ്ങനെയായിരിക്കും പോവുക. ഇവിടുന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് താഴ്ട്ട് വന്നതിന് ശേഷം പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയിട്ട് നമുക്ക് വേണ്ട മൊമെൻറ്റം താഴോട്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഏരിയ വരെയാണ് ഞാൻ ഇപ്പം മാർക്കറ്റ് പോകുന്ന പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞ ഏരിയാസ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു ഏരിയയും പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയ ഒക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് എത്തിയതിന് ശേഷം തിരിച്ച് നമ്മളെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു 4 അവർ. ആ ഒരു ഏരിയയിലേക്ക് എത്തിയതിന് ശേഷം ഒരു ഡൗൺ സൈഡ് മൊമെൻ്റാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു നല്ല റിയാക്ഷൻ കിട്ടിയിട്ടില്ല. ആ സമയത്ത് ന്യൂസ് ഉണ്ടായിരുന്നു, വാർ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു, കുറച്ച് മിസൈൽ വിട്ടതിൻ്റെ ഒക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോയി. പിന്നെ ഹോർമൂസ് പിന്നെയും തുറക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ന്യൂസ് വന്നു. അപ്പോൾ ആ ഒരു ന്യൂസിൻ്റെ മൊമെൻ്റാണ് പിന്നെ ലാസ്റ്റ് തേഴ്സ്ഡേ ഫ്രൈഡേ ആയിട്ട് ഇവിടെ കണ്ടിന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വീക്ക് പറഞ്ഞ ഏരിയാസ് തന്നെയാണുള്ളത്. നമുക്ക് ഇവിടുന്ന് റിയാക്ഷൻ താഴ്ട്ട് കിട്ടി, അതിന് ശേഷം ഇപ്പം ആ ഒരു ഏരിയയിലേക്ക് തന്നെ തിരിച്ച് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞ 4 അവർ ഓർഡർ ബ്ലോക്ക് ഉണ്ട് മേലെ. ഈ ഒരു 4 അവർ ഓർഡർ ബ്ലോക്ക് ഉണ്ട് യൂറോയിൽ. അപ്പം ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ച് എത്തിയിട്ട് അവിടുന്ന് തന്നെ നമുക്ക് കഴിഞ്ഞ വീക്ക് പറഞ്ഞ പോലെ ഈ ഒരു ലോ വരെ മാർക്കറ്റ് പോകേണ്ടതാണ്. മാർക്ക് ചെയ്ത് തരാം. ഇപ്പം ചിലപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് താഴോട്ട് പോയിട്ട് ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് സ്വീപ്പ് ചെയ്തിട്ട് അതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് എത്തി നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തന്ന് താഴോട്ട് പോവും. താഴോട്ട് ഈ ഒരു ഏരിയ വരെ പോവും. നമുക്ക് ഒരു 4-5 ട്രേഡ് ആ മൊമെൻറ്റം താഴോട്ട് വരെ പോവുകയാണെങ്കിൽ ഒരു 4-5 ട്രേഡ് ഈ ഒരു ഏരിയ തന്നെ നമുക്ക് കിട്ടും. അപ്പം അതാണ് യൂറോയിലുള്ള വ്യൂ. നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നുമില്ല, കഴിഞ്ഞ വീക്ക് പറഞ്ഞത് തന്നെയാണ്. അപ്പം അടുത്തത് GBP പറയാം, അടുത്തത് ഡോളർ പറയാം. ഡോളറിലും നമ്മൾ പറഞ്ഞ ഏരിയാസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഡോളറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് അപ്പ് സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ വരെ നോക്കാം. ഇത് ഞാൻ ഒരു 2 months മുമ്പേ വരച്ച് വെച്ചൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ വരെ എന്തായാലും മാർക്കറ്റ് പോകണമെന്നുണ്ട്. അപ്പം ഈ ഒരു വീക്ക് മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് ഈ 2 ക്യാൻഡിൽ ഞാൻ കൂട്ടിയിട്ടുണ്ട്, ഒറ്റ ക്യാൻഡിലല്ല. ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് സാധാരണ എടുക്കുക, പക്ഷേ ഈ ഒരു ഏരിയയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അതാണ് ഈ 2 ക്യാൻഡിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം തിരിച്ച് ഈ ഒരു ഹൈ വരെ എന്തായാലും മാർക്കറ്റ് പോകേണ്ടതാണ്. ഇതൊക്കെ ന്യൂസ് ഇല്ലാതെ ഒരു ഐഡിയൽ സിനാരിയോ ആണ് പറയുന്നത്. നമ്മൾ ന്യൂസും കൂടി നോക്കണം. അപ്പം ഒരു ദിവസം യുദ്ധം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അടുത്ത ദിവസം ഒക്കെ പീസായി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. അപ്പം ന്യൂസ് കൂടി നോക്കിയിട്ടേ ട്രേഡ് ചെയ്യലൊക്കെ നടക്കുള്ളൂ. ഓക്കെ, അടുത്തത് മേലോട്ട് പോവുക, ഒരു ട്രേസ്മെൻറ്റ് കിട്ടുന്നത് നോക്കുക, താഴോട്ട് ട്രേഡ് നോക്കാം. ഗോൾഡ് പറയാം. ഗോൾഡിൻ്റെ 1 അവർ ഗോൾഡ് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം താഴോട്ട് ഒരു മൊമെൻറ്റം കിട്ടുന്നതായിരുന്നു. ഈ ഒരു ഏരിയ കളയാട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം താഴോട്ട് മൊമെൻറ്റം കിട്ടുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്താതെ തന്നെ ഈ ഹൈ ഒക്കെ എടുത്തിട്ട് ഈ ഹൈ ഒന്ന് സ്വീപ്പ് ചെയ്തു. ഈ ഹൈ ഒക്കെ ഒന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ചാർട്ട് എടുത്തൊന്ന് നോക്കണം ഗോൾഡിൻ്റെ. ഈ ഒരു ലോ ആണ് ഇപ്പം ഗോൾഡ് സ്വീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സ്വീപ്പല്ല, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡൗൺവേർഡ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യണം. ഈ ഒരു ലോയും കൂടി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ലോയും കൂടെ ഗോൾഡ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ ഗോൾഡ് ബെയറിഷാണ് നോക്കുന്നത്. ബെയറിഷ് ട്രേഡ് നോക്കാനുള്ള കീ ഏരിയാസ് എന്ന് പറയുന്നത് 4 അവറിൽ ഈ ഒരു ഏരിയ ഉണ്ട്.
4 ഹവറിൽ ഈ ഒരു ഏരിയ ഉണ്ട്. 1 ഹവർ നോക്കാം. വൺ ഹവറിൽ ഇവിടെ ഈ ഒരു ഹൈയും കൂടി എടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ നോക്കുന്ന 2 ഏരിയാസ് ആയിരിക്കും ഞാൻ ശ്രദ്ധിക്കുക. ഒന്ന് ഈ ഒരു ഏരിയ, ഈ ഒരു ഹൈ എടുത്താലും മാർക്കറ്റ് താഴ്ത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഏരിയ, അതിനുശേഷം ഈ ഒരു ഏരിയയിലേക്കും ഞാൻ നോക്കുക. ഇപ്പോൾ മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് ചിലപ്പം കുറച്ച് താഴോട്ട് വന്ന് ഈ ഒരു ലോ ഒക്കെ സ്വീപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ പോകും. ഗോൾഡ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ബെയറിഷ് സിനാരിയോ ആണ് നോക്കുന്നതെങ്കിലും ഗോൾഡ് വേണമെങ്കിൽ ബുള്ളിഷായിട്ട് പോവാം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ വെയിറ്റ് ചെയ്യണം. ഗോൾഡ് ബുള്ളിഷായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് റിട്രേസ്മെൻറ്റ് വരുന്ന സമയത്തായിരിക്കും ഞാൻ ഗോൾഡ് ബുള്ളിഷ് ട്രേഡ്സ് നോക്കുക. പക്ഷേ ഞാൻ നെക്സ്റ്റ് വീക്ക് ഒരു ബെയറിഷ് ബയസാണ് മീൻസ് പേഴ്സണലി നോക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ചെറിയൊരു റിട്രേസ്മെൻറ്റ് കിട്ടും. അതിന് ശേഷം ഈ ഹൈ എടുത്തിട്ട് താഴോട്ട് പോവാം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയതിന് ശേഷം തന്നെ താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 കേസും ഒന്ന് ശ്രദ്ധിക്കണം. GBP പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് മേലോട്ട് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ നോക്കിയിട്ട് താഴോട്ട് ഈ ഒരു ഏരിയ വരെ ട്രേഡ് നോക്കാം. ഓക്കെ, ഇത് 1 ഹവറിൻ്റെ GBP ആണ്. 1 ഹവറിൻ്റെ GBPയിൽ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞത് ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ എത്തിയതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അത്യാവശ്യം മൊമെൻറ്റം കിട്ടി, ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രേഡ്സ് ഈ ഒരു മൊമെൻറ്റത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് പിന്നെയും ഡോളർ വീക്കായ സമയത്ത് തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഏരിയ കുറച്ചൊന്ന് മേലോട്ടുകൂടി ഒന്ന് മാർക്ക് ചെയ്യാം. കാരണം DXY കുറച്ചുകൂടി ഇറങ്ങാനുണ്ട്, യൂറോയും കുറച്ച് കയറാനുണ്ട്. അപ്പോൾ ആ സമയത്ത് GBP USD എന്തായാലും കുറച്ച് മേലോട്ട് കയറും. ഒന്നുകൂടി റിഫൈൻ ചെയ്തിട്ട് ഞാൻ ഈ 2 ക്യാൻഡിലാണ് എടുത്തത്. അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് ഏരിയ ആണ്. നെക്സ്റ്റ് വീക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം താഴോട്ടുള്ളൊരു മൊമെൻ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ന്യൂസ് നോക്കണം കേട്ടോ. ഞാൻ ഈ ബെയറിഷ് കേസാണ് പറയുന്നതെങ്കിലും ചിലപ്പം മാർക്കറ്റ് ന്യൂസ് ബേസ്ഡ് ആയിട്ട് ബുള്ളിഷിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ യുദ്ധം നിർത്തുക എന്ന് പറയുന്ന കേസിൽ എൻ്റെ ഇപ്പോൾ വ്യൂ മാറിയിട്ട് ബുള്ളിഷ് വ്യൂ ആവും. അപ്പം ന്യൂസ് നോക്കാം. ഈ ഒരു ഏരിയയിലേക്ക് എത്തിയതിന് ശേഷം നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ട് താഴോട്ട് തൽക്കാലം ഈ ഒരു ലോ വരെ ട്രേഡ് നോക്കിയാൽ മതി. അപ്പം GBPയിൽ ഈ ഒരു വ്യൂ ഉള്ളത്. നമ്മൾ വീഡിയോയിൽ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ ഏരിയാസ് തന്നെയാണ് മിക്കവാറും ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം കഴിഞ്ഞ വീക്കിൽ നമ്മൾ റെസിസ്റ്റൻസ് വരും എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് ആണ് വന്നത്. പിന്നെ ഇപ്പം തിരിച്ച് മേലോട്ട് ആ ഒരു ഏരിയയിലേക്ക് കയറിയതാണ്. അപ്പം ലാസ്റ്റ് വീക്ക് പറഞ്ഞ ഏരിയാസ് തന്നെയാണ് ഈ വീക്കും പറയുന്നത്. ആ ഏരിയാസിൽ നിന്ന് നല്ലൊരു റിട്രേസ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് നാസ്ഡാക്ക് ആണ്. ഓക്കെ, നാസ്ഡാക്കിൽ ഈ റേഞ്ച് വരെ പോയതിന് ശേഷം താഴോട്ട് ട്രേഡ് നോക്കാം. ഈ ഒരു റേഞ്ചിൽ പോയതിന് ശേഷം താഴോട്ട്. നാസ്ഡാക്കിൽ ലാസ്റ്റ് വീക്ക് പറഞ്ഞത് ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ താഴോട്ട് ട്രേഡ് നോക്കാമെന്നാണ് പറഞ്ഞത്. താഴത്ത് ഇൻ ദി സെൻസ് ഈ ഒരു ഏരിയ വരെ 4 ഹവറിൽ OB എന്തോ ആയിരുന്നു. ഈ ഒരു ഏരിയ വരെ ട്രേഡ്സ് നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ഏരിയ വരെ കിട്ടിയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 1 ഹവർ 4 ഹവർ FEG ആണെന്ന് തോന്നുന്നത്. ഒരു 4 ഹവർ FEG ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് പോയിൻറ്റും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കയറ്റി വരച്ചിട്ടുണ്ടാവുക. ഞാൻ ആസാക്കി ട്രേഡ് എടുക്കാറില്ല, പക്ഷേ ഒന്ന്
എന്നോട് ഒരാൾ നാസ്ഡാക്കിലൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാലിസിസ്. അപ്പോൾ ആ ഒരു ഇതിൽ പറയുന്നത്. ഇപ്പം ഞാൻ യൂറോയിലും ഗോൾഡിലാണ് ട്രേഡ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നാസ്ഡാക്കിൽ ഈ ഒരു ഏരിയ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടി. അതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് നമ്മളെ ഒരു 50% ഏരിയ 50% ഏരിയൻ്റെ മേലെ എടുത്തിട്ട് തിരിച്ചൊരു താഴോട്ടൊരു മൊമെൻറ്റം തന്നു. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ട്രേഡ്സ് നോക്കാമായിരുന്നു. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് പറയുകയാണെങ്കിൽ ഞാനിനി നാസ്ഡാക്കിൽ ബെയറിഷ് സിനാരിയോ അല്ല, എനിക്കൊരു ബുള്ളിഷ് വ്യൂ ആണ് ഉള്ളത്. ഈ ഒരു ഹൈ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ ഒക്കെ എന്തായാലും എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന 1 ഹവറിലെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. ഇനി വേണ്ടല്ലോ, മാർക്കറ്റ് ചിലപ്പം ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ട് താഴോട്ട് വരും. ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ട് താഴോട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ ട്രേഡ് ഞാൻ തൽക്കാലം ഈ ഒരു ഹൈ വരെ നോക്കുന്നുള്ളൂ. പക്ഷേ ഇനിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പം നാസ്ഡാക്ക് ബെയറിഷ് കേസാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാത്തുക്കും. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ട്രേഡ് താഴോട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പം നാസ്ഡാക്കിൽ നെക്സ്റ്റ് വീക്ക് ഞാൻ ബുള്ളിഷ് വ്യൂ ആണ്. ഈ ഒരു സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കും. അപ്പം ഓക്കെ, വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് ഒരു നല്ല ട്രേഡിംഗ് വീക്ക് ആവട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണാം.